പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രേയ. ഇതെൻ്റെ അമ്മ പേര് പ്രഭ. എൻ്റെ പപ്പ പേര് ജാക്സൺ. എൻ്റെ അനിയൻ ആരോൺ. ഞങ്ങൾ ചെത്തി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഒക്ടോബർ 31 അതിനു മുൻപ് പലതവണയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും താമസിച്ച് നിന്നത് എനിക്ക് പാലിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. കാരണം രാവിലെ 5:30 എഴുന്നേൽക്കണം. ഞാൻ ഇതുവരെ അത്രയും നേരത്തെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന ആളല്ല. എൻ്റെ എക്സാം ടൈമിൽ പോലും ഞാൻ രാവിലെ 5:30 എഴുന്നേൽക്കാറില്ല. ആ ഒരു ടൈമിൽ എഴുന്നേൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും കൃത്യമായി പാലിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്നതിനൊരു 3 മാസം മുൻപേ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്കുകൾ കാണുമായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാനുള്ള അനുഗ്രഹം ലഭിച്ചു. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് എൻ്റെ അമ്മയുടെ ഓവറിയിലെ സിസ്റ്റ് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണേ മാതാവേ എന്നായിരുന്നു. അമ്മയും എല്ലാ ദിവസവും ഡെയിലി ബെഡ് പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണേന്ന്. ആ സമയത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റും ചെയ്തതാണ്. പക്ഷേ സൗഖ്യം ലഭിച്ചിരുന്നില്ല. എല്ലാ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഹോസ്റ്റലായിരുന്ന സമയത്തും ഞാൻ എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ മാതാവേന്ന്. അങ്ങനെ തന്നെ ഓപ്പറേഷൻ ഒന്നും കൂടാതെ പൂർണ്ണ സൗഖ്യം തന്ന് മാതാവ് ഈശോയും അനുഗ്രഹിച്ചു. ഒരു വർഷം കൂടുതലുണ്ടായിരുന്നു. ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി മാതാവും ഈശോയും ഒത്തിരി അനുഗ്രഹിച്ചു. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യം എൻ്റെ ജോലിയുടെ കാര്യമാണ്. ഞാൻ BTech ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് വരെ എനിക്ക് സെം എക്സാമിന് റിസൾട്ട് കിട്ടിയിരുന്നത് ഏകദേശം ഒരു 65% to 70% മാർക്കൊക്കെ ആയിരുന്നു സെം എക്സാമിൻ്റെ ടൈമിൽ റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വന്ന 3 സെം റിസൾട്ടിനും എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് തന്ന മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ഏത് എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. ഒരു തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ കൊടുക്കാനിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി കൂടുതലായിട്ടൊന്നും എഴുതാനില്ല. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുമെന്ന് നോക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ കാര്യമായി നോക്കിയപ്പോൾ ഞാൻ എവിടെയോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടപ്പോൾ തെറ്റിപ്പോയി. പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും മിസ്റ്റേക്ക് ആയിപ്പോയി, തെറ്റി. അങ്ങനെ മാതാവ് എനിക്ക് അടുത്ത് നിന്ന് അത് കാണിച്ചു തരികയാണ് ചെയ്തത്. ഞാനത് തിരുത്തി. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. എല്ലാം റിജക്ഷൻസ് തന്നെയായിരുന്നു. ആ സമയത്ത് റിക്രൂട്ട്മെൻറ്റും വളരെ കുറവായിരുന്ന ഒരു ടൈമായിരുന്നു. എന്നാലും വരുന്ന എല്ലാത്തിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ റിജക്ഷൻസ് തന്നെയായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് കിട്ടാനുള്ളൊരു അനുഗ്രഹമുണ്ടായി. അച്ഛൻ എന്നോട് പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കാൻ. അച്ഛൻ തന്നെ ആ നമ്പർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ആ നമ്പർ 14 എന്നായിരുന്നു. ആ നമ്പർ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിൽ കണ്ട നമ്പറും 14 തന്നെയായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞ നമ്പറും സെയിം തന്നെയായിരുന്നു, 14 തന്നെയായിരുന്നു. ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പക്ഷെ എന്നാലും 14 എന്നൊരു നമ്പറുമായി കണക്ട് ചെയ്യുന്നതൊന്നും വന്നിരുന്നില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് 5ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയത്ത്, ഞാൻ അതിന് മുമ്പ് വരെ എല്ലാ ഉടമ്പടിയും കറക്റ്റ് 90 ദിവസം കഴിയുമ്പോൾ വന്ന് പുതുക്കാറുണ്ട്. പക്ഷേ ആ ഒരു തവണ മാത്രം ഞാൻ കുറച്ച് ലാഗ് ചെയ്തു, കുറച്ച് ഉടമ്പടി ഉഴപ്പി. ഞാൻ അതിന് മാതാവിനോട് ഇവിടെ വെച്ച് ക്ഷമ ചോദിക്കുകയാണ്. എന്നാലും ഞാൻ ആ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് മാതാവിനോട് ചോദിച്ചിരുന്നു, മാതാവേ, അടുത്ത തവണ ഞാൻ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നതെന്ന്. കറക്റ്റ് 90ാമത്തെ ദിവസം എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് കോൾ വരികയാണ്. അവിടെ ഞാൻ ഓൾറെഡി 1 വർഷം മുൻപ് അപ്ലൈ ചെയ്തു, എല്ലാ റൗണ്ട്സും ഇൻ്റർവ്യൂസും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയിലുണ്ടായിരുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവർ ആ ഒരു ബാച്ചിനെ ഫുള്ള് റിജക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അത് നോക്കിയില്ല. എനിക്ക് അവിടെ നിന്ന് തന്നെ പിന്നെയും കോൾ വരികയാണ്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മുന്നോട്ട് പോകാവുന്ന രീതിയിൽ. ഞാനത് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ജോലിയാണ്.
അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോലി കിട്ടി. പക്ഷേ ആ ജോലി കിട്ടിയിട്ടും എനിക്ക് ഒരു വലിയ ഹാപ്പിനെസ് തോന്നുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്കുള്ളിലിങ്ങനെ തോന്നിക്കുകയാണ്, ഇത് നിനക്കൊരു ആഗ്രഹം സാധിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം നിനക്കുള്ളതെന്ന്. അങ്ങനെ 1 മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ മറ്റൊരു ബെറ്റർ ആയിട്ടുള്ള കമ്പനിയിൽ അപ്ലൈ ചെയ്ത് ഇതിന് മുൻപ് അവിടെ ഒരു തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റിജക്റ്റ് ആയതാണ്. പക്ഷേ ഈ തവണ അപ്ലൈ ചെയ്തപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ മെയിൽ വന്നു. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ അസസ്മെൻ്റ് ആയിരുന്നു. ഈ ഓൺലൈൻ ടെസ്റ്റുകൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. സ്ക്രീനിന് മുന്നിൽ നിന്ന് മാറാൻ പാടില്ല, റെക്കോർഡഡ് എക്സാം ആയിരിക്കും, ഓഡിയോ വീഡിയോ എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അതുപോലെ വേറെ ടാബ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരത് സ്പോട്ടിൽ റിജക്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും വിശുദ്ധ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് വിതറിയൊക്കെ ആ എക്സാമിന് നിന്നു. ഒരു കുഴപ്പമില്ലാതെ എക്സാം എഴുതി. ഫൈനൽ ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്ക്രീൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. എനിക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ ഒരൊറ്റ സെക്ഷനാണ്, അപ്പോൾ അതെന്തായാലും അറ്റൻഡ് ചെയ്യണം. പക്ഷേ എനിക്ക് ആ ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. സ്ക്രീൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. എൻ്റെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമയം തീരാൻ സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതൊന്നും പറ്റുന്നില്ല. ഇത്രയും നേരം ചെയ്തത് വെറുതെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചു ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. പക്ഷേ അതൊന്നുമല്ല, എന്തോ ഇങ്ങനെ സ്ക്രീൻ സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ മുന്നിൽ നിന്ന് മാറി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ മാറി നിന്നു. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആദ്യം കിട്ടിയ ലിങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. എനിക്ക് ഈ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിട്ടി. പെട്ടെന്ന് ആ ഒരു കിട്ടിയ ഒരു ഇതിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. പക്ഷെ അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് കറക്റ്റായിട്ടല്ല ആൻസർ ചെയ്തത്. അങ്ങനെ എനിക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഓൾറെഡി ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ആയോന്നും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2025 അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒത്തിരി തവണ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട്. മരിയൻ ഉടമ്പടി പദ്ധതിയും പ്രയോഗവും. ഞാൻ ആ ഒരു ടൈമിലൊക്കെ എപ്പോഴും പത്രമൊക്കെ കംപ്ലീറ്റ് വായിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോഴും തോന്നും ഇതൊന്ന് കംപ്ലീറ്റ് വായിക്കുന്നത്. ഞാൻ വായിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക എന്നല്ലാതെ കംപ്ലീറ്റ് വായിച്ചിരുന്നില്ല. എനിക്ക് കൈ കിട്ടിയപ്പോൾ മുതൽ തന്നെ ഞാൻ ഈ ബുക്കിൽ നോക്കി തന്നെയായിരുന്നു എല്ലാ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷെ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി ഞാൻ ഈ ബുക്ക് വായിക്കാനിരുന്നു. കംപ്ലീറ്റ് വായിച്ചു തീർന്നപ്പോൾ 11:58 രാത്രി 11:58. ആ കൃത്യം 11:58 തന്നെ എനിക്ക് അടുത്ത മെയിൽ വരികയാണ്. ആദ്യം എഴുതിയ ഓൺലൈൻ ടെസ്റ്റ് ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ സെലക്ഷൻ മെയിൽ വന്നു. അത് ശരിക്കും എനിക്കവിടെ ഒരു മെറിറ്റും ഇല്ല. എനിക്കവിടെ 0 മെറിറ്റാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ മാതാവും ഈശോയും എനിക്ക് അത് തരുന്നതാണെന്ന് എനിക്ക് അപ്പം തന്നെ അത് ഉറപ്പായി. അങ്ങനെ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് കയറി. അടുത്ത റൗണ്ടും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സിസ്റ്റം നമ്പർ വരുന്നത്, ആ ഒരു റോയിൽ സിസ്റ്റം നമ്പർ വരുന്നത് 20 to 30 വരെയാണ്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് മാത്രം എൻ്റെ സിസ്റ്റത്തിൻ്റെ നമ്പർ മാത്രം 7 ആയിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് അടയാളങ്ങൾ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഞാൻ ഇതിനു മുൻപ് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ അടയാളങ്ങളോട് കൂടിയുള്ള സാക്ഷ്യം എനിക്കും പറയാൻ പറ്റണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതും മാതാവ് എനിക്കിപ്പോൾ സാധിച്ചു തന്നു. കാരണം ഇതിനു മുമ്പും ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷേ അടയാളങ്ങളൊന്നും അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ ആ റൗണ്ടും മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലേക്ക് സെലക്റ്റായി. അടുത്ത റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ടോപ്പ് ടയർ കോളേജസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അവർക്കെല്ലാവർക്കും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ മാത്രം അവിടെയും എനിക്കും 0 മെറിറ്റാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ മാതാവ് എന്നെ സെലക്ട് ചെയ്ത് എനിക്ക് ആ ജോലി തന്ന് ഈശോയും മാതാവും എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തി. എൻ്റെ രണ്ട് ജോലിയും കിട്ടിയത് രണ്ടും MNCയിലാണ്. രണ്ടും ഇൻ്റർവ്യൂ ഡേറ്റ് 14 ആയിരുന്നു. ആ 14 തന്നെയാണ് എനിക്കിവിടെ അച്ഛൻ എന്നോട് പറഞ്ഞ ആ ഒരു ഡേറ്റ്. ഞാൻ മനസ്സിൽ വിചാരിച്ച ഡേറ്റും 14 തന്നെയാണ്. അങ്ങനെയും എനിക്ക് അടയാളം തന്ന മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷ്യം എൻ്റെ അനിയന് കോളേജ് അഡ്മിഷൻ ലഭിച്ചതാണ്. അവന് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം.
പക്ഷെ അവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും. എൻട്രൻസിലൊക്കെ കുറേ സമയമെടുത്ത് അറ്റൻഡ് ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് കുറവായിരുന്നു. നമ്മളൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മാതാവ് അവനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ അവനും ഏറ്റവും നല്ലൊരു കോളേജിൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ, അവിടുത്തെ ഏറ്റവും നല്ല കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് അവനെ അനുഗ്രഹിച്ചു. പിന്നെ പണ്ടെപ്പോഴും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പോലെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു മാതാവിനോട്, മാതാവേ എപ്പോഴെങ്കിലും എനിക്ക് ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ അതൊരു വെനസ്ഡേ ആയിരിക്കണേന്ന്. എനിക്ക് 2 ജോബ് ഓഫർ ലെറ്ററും വന്നതും വെനസ്ഡേ തന്നെയായിരുന്നു. ഞാനതൊക്കെ പിന്നെ മറന്നുപോയി, കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷെ മാതാവ് അത് മറന്നിട്ടില്ലായിരുന്നില്ല. എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ കൂടുമായിരുന്നു. പിന്നെ കുർബാന കൂടുമായിരുന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു, ബൈബിൾ വായിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റി. അത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ഉടമ്പടി ധ്യാനം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആദ്യമായിട്ടായിരുന്ന സംശയം, എനിക്ക് എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം. അതെനിക്ക് ക്ലിയറായിട്ട് അറിയില്ലായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ പറയുകയാണ്, ഇത്രയും നാളും ഇവിടെ ജീവിച്ചിട്ട് ഒരു തവണ പോലും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ജീവിതമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈശോയും പിതാവായ ദൈവത്തോട് പറയും എനിക്ക് ഇയാളെ അറിയില്ല എന്ന്. അതുപോലെ തന്നെ നിത്യജീവിതത്തെക്കുറിച്ചും എനിക്കിങ്ങനെ ഞാനത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ആ ആഴ്ച തന്നെ അച്ഛൻ പറയുകയാണ്, നിത്യജീവിതം എന്ന് വെച്ചാൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ഇടം ലഭിക്കുക എന്നാണ്. അങ്ങനെ എനിക്ക് ഉടമ്പടി ധ്യാനം വഴി ഒത്തിരി ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. മനസ്സിലാക്കി കൂടുതൽ ബെറ്ററാക്കി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലുള്ള എല്ലാവർക്കും പിന്നെ അറിയാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് എനിക്കൊരു 3 പേര് എനിക്കവരെ സഹായിക്കാൻ പറ്റി, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിക്കാൻ പറ്റി. പിന്നെ അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്, ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അതുപോലെ ഓൺലൈനിലൊക്കെ സഹായം ചോദിക്കുന്ന രോഗികൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ സാധിച്ചു. ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ ഉയർത്തിയത് തന്നെയാണ് എനിക്ക് ഈ ബർത്ത്ഡേ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക്. എനിക്ക് ഒരു തവണ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം കിട്ടി. അത് വളരെ സെക്കൻഡ്സിലേ മാത്രം നിന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇത് അമ്മ തന്നെ ആണെങ്കിൽ എനിക്കിത് ഒരു തവണ കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞതും കറക്റ്റ് അതേപോലെ തന്നെ ആ ഒരു ടൈം സെക്കൻഡ്സിൽ തന്നെ എനിക്ക് പിന്നെയും അത്രയും നല്ലൊരു സുഗന്ധം കിട്ടി. നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഹെലേന. ഞാൻ കൊല്ലം ജില്ലയിലെ കോവിൽത്തോട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് 30-ാം തീയതിയാണ് 2025. ഞാൻ +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റിരിക്കുന്ന സമയത്താണ്. കാരണം എനിക്ക് ഫിസിക്സ് നല്ല പാടായിരുന്നു. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും കരഞ്ഞാണ് ഇവിടെ വന്നത്. ഞാൻ ഇവിടെ വന്നു നിന്നിട്ടാണ് റിസൾട്ട് നോക്കിയത്. റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എല്ലാ വിഷയത്തിനും പാസ് മാർക്ക് മാത്രം തന്നാൽ മതി. അങ്ങനെ മാതാവ് എനിക്ക് എല്ലാ വിഷയത്തിനും പാസ് മാർക്ക് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അടുത്ത നിയോഗമായിട്ട് വെച്ചിരുന്നത് എനിക്ക് പുറത്ത് പോയി പഠിക്കണമെന്നായിരുന്നു. അന്നേരം ഞാൻ ജോർജിയയാണ് ചൂസ് ചെയ്തത്. പക്ഷേ ജോർജിയയിലേക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ബാങ്കിൽ കയറി ഇറങ്ങി. SBIയിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടും പിന്നെ അവസാനം നമ്മൾ ചെന്നപ്പോൾ അവർ തരത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ ബാങ്കിലും ഞാൻ കയറി ഇറങ്ങിയിട്ടും എനിക്കത് തരത്തില്ലെന്ന് പറഞ്ഞു, ജോർജിയയിലായതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മാതാവിൻ്റെ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ വഴിക്ക് ഞാൻ ഒരു ബാങ്കിൽ കയറി. ഞാൻ അതിന് മുൻപേ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ലോണിൻ്റെ തടസ്സമുണ്ട്. അങ്ങനെ അച്ഛൻ എനിക്ക് കാശ് രൂപമൊക്കെ തന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ബാങ്കിൽ കയറിയപ്പോൾ അവർ എനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മാതാവ് എനിക്ക് അത് സാങ്ഷനാക്കി തന്നു.
അങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ മിക്ക പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം എൻ്റെ പേര് അവസാനമാണ് വന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരി എൻ്റെ വീട്ടിൽ ഇരുന്നാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്നും അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കൂട്ടുകാരി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ മാം ചോദിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ജപമാല അടിക്കുമ്പോൾ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് മാതാവിനെ പോലെ ഒരു നല്ല ഒരു മാമിനെ തന്ന് അനുഗ്രഹിക്കണേ. അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ഞാനൊരു ദിവസം ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു കുട്ടി. അപ്പം അന്നാണ് അന്നേരം ഞാൻ മനസ്സിൽ കണ്ട്, അപ്പോൾ എനിക്ക് ഇന്നായിരിക്കും എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ എനിക്ക് ലിങ്ക് വരുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി അങ്ങനെ ഞാൻ കയറിയപ്പോൾ മാതാവിനെ പോലെ എന്ന് പറഞ്ഞാൽ നല്ല സൗമ്യമായിട്ടാണ് എന്നോട് ആ മാമെല്ലാം പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരിയെടുത്ത് ഇൻ്റർവ്യൂ ചെയ്ത മാം അല്ലായിരുന്നു. എന്നോട് നല്ല ചിരിച്ച് സംസാരിച്ചിട്ടാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. പലയിടത്തുനിന്ന് ഞാൻ പല കാര്യങ്ങളും കേട്ടു. കാരണം മോൾക്ക് വയസ്സ് കൂടുന്നുണ്ടല്ലോ, മോളെ എന്തെങ്കിലും വിടാത്തത്, മോൾക്കൊന്നും ആവുന്നില്ലേ അങ്ങനെ. അപ്പം ഞാൻ ഓരോ മാസവും ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് താമസിക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്, മാതാവ് നമുക്ക് വേണ്ടി നല്ലത് ഒരുക്കി തരുന്നതുകൊണ്ടാണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, മാതാവിനൊരു വഴിയുണ്ടല്ലോ, മാതാവ് എനിക്ക് ആ വഴി തുറന്നു തന്നാൽ മതി. ഇപ്പോൾ ബാങ്കിൻ്റെ സമയത്താണെങ്കിൽ പോലും ഞാൻ എല്ലാ ബാങ്കിലും കയറി ഇറങ്ങിയിട്ടും ഞാൻ അവസാനം പറഞ്ഞത്, മാതാവിന് ഒരു ബാങ്ക്, മാതാവ് എനിക്കൊരു വഴി ഒരുക്കി തന്നിട്ടുണ്ട്, അപ്പം മാതാവ് എനിക്ക് ആ ബാങ്ക് മാതാവ് തന്നെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ പോയപ്പം മാതാവ് എനിക്ക് ആ ബാങ്ക് കണ്ടെത്തി തന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത മാസം ഞാൻ വരുമ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് വിസ തന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഒരു വർഷക്കാലം ഞാൻ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടിരുന്നു. അന്നേരം മാതാവ് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പലരും എന്ത് പറഞ്ഞാലും ഞാൻ അവരോടെല്ലാം പറയുന്നത് നല്ലതിന് വേണ്ടിയാണ്, മാതാവ് എനിക്ക് നല്ല കോളേജ് ഒരുക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ് 7 എന്നുള്ള ഒരു അക്ക നമ്പറായിരിക്കും നിങ്ങളുടെ ടൈം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ, എന്ത് നിയോഗമാണോ ആ നിയോഗം 7 എന്നുള്ള ഒരു അക്ക നമ്പറിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓരോ മാസവും ഇങ്ങനെ 7, 17, 27 അങ്ങനെ പല അക്കവും ഞാനിങ്ങനെ, പക്ഷേ എനിക്ക് അന്നേരം എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. കാരണം മാതാവ് എനിക്ക് തരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ, എനിക്ക് ഔസ്യപിതാവിനോട് ഇച്ചിരി കൂടുതൽ താല്പര്യമാണ്. അന്നേരം ഞാൻ ഔസ്യപിതാവിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബുധനാഴ്ച തന്നെ തരുകയും വേണം, എനിക്ക് 7 എന്നുള്ള ഒരു അക്ക നമ്പറിൽ തന്നെ തരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ജപമാല പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കൗൺസിലറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചി എൻ്റെ വിസയുടെ കാര്യം വല്ലതും ആയോ? അന്നേരം ചേച്ചി പറഞ്ഞു, ഈവനിങ് ആവട്ടെ മോളെ, അന്നേരം നോക്കാമെന്ന് പറഞ്ഞ്. എന്നുവെച്ചാൽ ഒരു 2:30 സമയത്താണ്. അന്നേരം ആ ചേച്ചി പറഞ്ഞു കഴിഞ്ഞ് അടുത്ത മിനിറ്റ് തന്നെ ചേച്ചി പറഞ്ഞു, മോളെ വിസ വന്നു എന്ന് പറഞ്ഞു. അന്നേരം എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. അന്നേരം ഞാൻ ബുധനാഴ്ച എന്നുള്ളൊരു ദിവസം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി അന്നേരം തന്നെ ഞാൻ മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് 7 എന്നുള്ളൊരു അക്ക നമ്പറിലാണ് എനിക്ക് വന്നതെന്ന് ഞാൻ ആലോചിച്ചത്. അന്നേരം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു വർഷക്കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയത് മാതാവ് എനിക്ക് നല്ലതെന്തോ ചെയ്തു തരാൻ വേണ്ടിയിട്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ ഈ വരുന്ന വെള്ളിയാഴ്ച മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ ജോർജിയയ്ക്ക് പോവുകയാണ്. മാതാവ് എനിക്ക് എല്ലാം ഭംഗിയായി, ബാങ്കിൻ്റെ കാര്യങ്ങളായാലും എൻ്റെ വിസയുടെ കാര്യങ്ങളായാലും എല്ലാം, ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളായാലും എല്ലാം മാതാവ് എനിക്ക് നല്ലതുപോലെ ഒരുക്കി തന്നു. അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെ തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ അലർജി മാറിക്കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും, അങ്ങനെ ക്രിസ്ത്യൻസ് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ ഞാൻ പറ്റുന്നവർക്ക് എല്ലാ മാസവും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു തുക ഞങ്ങൾ പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് സഹായിക്കാറുണ്ട്.
പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ പലരിടത്തും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്ത് കാര്യങ്ങൾ അവർക്ക് തടസ്സം വന്നാലും ഞാൻ പറയും കൃപാസനത്തിൽ നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഒരു പ്രശ്നം ഇങ്ങനെ എൻ്റെ അങ്കിള് ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഇങ്ങനെ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ക്യാൻസറായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, അപ്പോൾ അങ്കിളിനെല്ലാം സുഖമാവും. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് ഞാൻ ജപമാലയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും എനിക്ക് വേണ്ടി ചെയ്തു തന്ന എൻ്റെ തിരുക്കുമാരനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകോടി ഞാൻ നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഹെലന ആൻ്റണി കൊല്ലം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ എത്രമാത്രം മാതാവിൻ്റെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തനിക്ക് +2 നല്ല രീതിയിൽ പാസ്സാകുവാനും അതിനുശേഷം പുറത്തുപോയി പഠിക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹവും, അത് ആഗ്രഹം വെച്ചപ്പോൾ ഉണ്ടായ തടസ്സങ്ങളും, ബാങ്കുകൾ നിരവധിയായ ബാങ്കുകളൊക്കെ കടന്നു പോയിട്ടും അവിടെയെല്ലാം ലോണൊക്കെ ലഭിക്കാതെ വരുമ്പോഴും ഈ മകളുടെ പ്രതീക്ഷ എന്ന് പറയുക അമ്മ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുകയാണെന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് കൃപാസന പത്രം കൊടുക്കുമ്പോൾ അതൊരു ബാങ്കിൽ ചെല്ലുകയും അവിടുന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ട് ലോൺ പാസ്സാക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയുണ്ടായി. അത് മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ്. ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെല്ലാം ചോദ്യത്തിനും ഈ മകളുടെ ഉത്തരം ഒന്ന് മാത്രമാണ്: പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടിയിട്ട് നല്ലത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് പഠിക്കുവാനായിട്ട് പോകുവാനും, ജോർജിയയിൽ തന്നെ ആഗ്രഹിച്ചതുപോലെ പഠിക്കുവാനും അതിനുള്ള കാര്യങ്ങളെ ക്രമീകരണം നടത്തിക്കൊണ്ട് തന്നെ പോകുവാനായിട്ടൊക്കെ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ്. നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങൾ ചില മനുഷ്യരിലൂടെയും കളറിലൂടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ അടയാളം ഈ മകൾ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ നടത്തിക്കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഡെയിലി ബ്രെഡിലൂടെ ഒരു സംഖ്യയുടെ 7 അക്കത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണമൊക്കെ ഈ മകൾക്ക് കാട്ടിക്കൊടുക്കുകയുണ്ടായി. അതുതന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ മകളുടെ ആഗ്രഹത്തെ പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കുകയും ചെയ്തത്. പൂർണ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഇനി ഈ മകളുടെ ജീവിതത്തിൽ, മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനി ഈ മകളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.